So, hey, hello guys, welcome back to my channel CJ Gaming. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ വീഡിയോ മറ്റേ റാപ്പ് ഹൗസ് സിമുലേറ്ററിൻ്റെ വീഡിയോ അത് 3 അല്ലെങ്കിൽ 4 പാർട്ടായിട്ട് ഇടത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ലോങ് ആയിപ്പോയി. അതിപ്പോൾ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇടാൻ പോവാം. അപ്പോൾ ഈ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ചെന്ന് നോക്കാം. ഓ ഭാഗ്യം, നമ്മുടെ ലെറ്റ്യൂസ് ഇവിടെ ഉണ്ട്. ലെറ്റ്യൂസ് നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്ത് എക്സ്ട്രാ വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ്, ഇങ്ങനെയാണ് കട്ടിങ് ബോർഡ് വെക്കണേ. ഇങ്ങനെ ഇരിക്കട്ടെ ഗൈസ്, ഇത് കുഴപ്പമില്ല. ഞാനത് റോൾ ചെയ്തിട്ടാവുന്നില്ല, അതുകൊണ്ട് ഞാൻ വെച്ചത് വിഷയമില്ല, സീനില്ല. നമുക്ക് ട്രേ എടുത്തിട്ട് നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ഡോണർ ഒരെണ്ണം ഓർഡർ ചെയ്യണം. ഡോണറും ലെറ്റ്യൂസും ഓർഡർ ചെയ്യാം. ലവാഷ് ഉണ്ടെന്ന് തോന്നുന്നു. മാർക്കറ്റിൽ പോയിട്ട് ഡോണർ ഒരെണ്ണം ലെറ്റ്യൂസ് ഒരെണ്ണം ഓർഡർ ചെയ്യാം. ലെറ്റ്യൂസ് അല്ലെങ്കിൽ പിന്നെ ഓർഡർ ചെയ്താലോ? ലെറ്റ്യൂസ് പിന്നെ ഓർഡർ ചെയ്യാം. ഡോണർ മാത്രം ഓർഡർ ചെയ്യാം. ഡോണർ എന്തായാലും വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് നമുക്ക് ഫ്രീസറിൽ കൊണ്ട് തട്ടിയിട്ട് മറ്റേ ഇന്നലത്തെ ഡോണർ ഉണ്ടാവും നോക്കാം അവിടെ. അതുണ്ടെങ്കിൽ അതെടുക്കാം. ഗൈസ്, അതവിടെ ഉണ്ട്. ഓക്കേ, നമുക്കിത് കറക്കാം, ചൂടാക്കി എടുക്കാം. ഓക്കെ, ഫ്രീസറിൻ്റെ ഡോർ അടച്ചില്ല, അടച്ച് ഗൈസ്. ഇതിനകത്ത് 8 ഉള്ളൂ ഗൈസ്. എന്തായാലും ഇതിനകത്ത് ചിക്കൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ ചിക്കൻ ഉണ്ടാക്കി വയ്ക്കാം. ലെറ്റ്യൂസിൻ്റെ കാര്യം അറിയില്ല, പക്ഷെ നമുക്ക് ഈ ലവാഷിൻ്റെ അകത്ത് ഓൾറെഡി ചിക്കൻ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് എളുപ്പമല്ലേ. ഇതിനൊക്കെ ട്രേ എല്ലാം നിരത്തി വെച്ചിട്ട് തുടങ്ങാം, തുടങ്ങാം. അന്നേരം എളുപ്പമായിരിക്കും. നമ്മൾ വർക്ക് ഇച്ചിരി എളുപ്പമാക്കാൻ നോക്കണം. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് സ്മാർട്ട് വർക്ക് ചെയ്യാം. നമുക്ക് എല്ലായിടത്തും നിരത്തി വയ്ക്കാം ലവാഷ്. വേണേൽ പിന്നെ തൂക്കിയെടുത്തിട്ടാൽ പോരെ. ഓക്കെ, എല്ലാം ലവാഷ് നിരത്തി വെച്ചു. ഇനി നമുക്ക് ചിക്കനെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞു വയ്ക്കാം. ഇവിടെ മറ്റേ ഗെയിമിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനെ വേസ്റ്റ് ആക്കാണ്ട് നോക്കുകയാണെങ്കിൽ ഫുഡൊക്കെ പൂച്ചയ്ക്ക് കൊണ്ട് കൊടുക്കണം. ശരിയുണ്ടേ, ഇതൊന്ന് കറക്കട്ടെ. ഓക്കെ, അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയിട്ടാൽ മതിയല്ലോ. ഇതിനകത്ത് 10 പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ എന്നാണ് ഒരു ട്രൈനകത്ത്. ഗൈസ്, നമുക്ക് ഈ ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ അൺലോക്ക് ആവട്ടോ. ഈ ചിക്കൻ ഒന്ന് കറങ്ങി തീർന്നായിരുന്നെങ്കിൽ. ഗൈസ്, ഇതിനകത്ത് 10 പ്രാവശ്യം ഇടാനുള്ള ലെറ്റ്യൂസ് ഉണ്ട്, അതുകൊണ്ട് അത് ലെറ്റ്യൂസിന് വേണ്ടി. ഇനി ഇതൊക്കെ ഇന്നത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ലെറ്റ്യൂസ് ഓൾമോസ്റ്റ് ഒരു തീരും. ഇന്നലെ 10 പ്രാവശ്യം ലെറ്റ്യൂസ് കൊടുത്തു, ഇന്ന് 10 പ്രാവശ്യം കൊടുക്കാം. ആൾക്കാരെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുന്നു. എല്ലാവരും ലെറ്റ്യൂസൊക്കെ ഇട്ട് കഴിക്കുള്ളൂ. ഗൈസ്, എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ രാവിലെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട്. ഓക്കെ, നമുക്ക് നേരെ ചിക്കനെല്ലാം എടുത്ത് തട്ടാം. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. എല്ലാ ചിക്കനോടത്ത് ഇങ്ങ് തട്ടിയിട്ടേക്കാം. ചിക്കൻ മെയിൻ സാധനമാണല്ലോ.
ഓ ഗൈസ് കറക്റ്റ് ചിക്കനാണ്. ഗൈസ് നിങ്ങൾ ഇടയ്ക്ക് സ്റ്റക്കാവുന്നത് നോക്കണ്ട. അതെൻ്റെ ക്യാമറ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അറിയാണ്ട് ക്യാമറയിൽ പോയിട്ട് എടുക്കും. മൗസ് മാറ്റുമ്പോൾ ക്യാമറയിൽ അറിയാണ്ട് ടച്ച് ചെയ്യും. ഐ മീൻ സ്ക്രീനിലുള്ള ക്യാമറയിൽ. അങ്ങനെയാ വന്ന. കണ്ടോ ഗൈസ് ഇനി മൗസ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും സ്ക്രീനിൽ അറിയാണ്ടായി പിടിക്കും. സ്ക്രീനിലെ മറ്റേ എൻ്റെ റെക്കോർഡ് ചെയ്യുന്ന മറ്റേ എന്നെ കാണുന്നില്ല, അതിൻ്റെ അകത്ത് പോയി പിടിക്കുന്ന ആവശ്യമില്ല. നമുക്ക് ട്രയൽ നിരത്തി അങ്ങ് വയ്ക്കാം. കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചാൽ കുറച്ചുകൂടെ ട്രൈ വയ്ക്കാം. അല്ല ഒരു ട്രൈ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലെറ്റ്യൂസ് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. പോയി ലെറ്റ്യൂസ് വയ്ക്കാൻ സ്ഥലമില്ലേ? അല്ലാണ്ട് ഒരു ട്രൈ എടുത്ത് അവിടെ വെച്ചാൽ മതി. 2 ലെറ്റ്യൂസ് എടുത്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ സെറ്റ്. ഗൈസ് നമുക്ക് കട ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓ ഗൈസ് എൻ്റെ ക്യാമറ ഇതൊരു വിഷയം തന്നെയാണ്. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയബിൾ ആയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓപ്പൺ ചെയ്തില്ലേ? സോറി ഗൈസ്. കണ്ടോ ഒരു പുറത്തൊരു ഹസ്കി ഒക്കെ. അല്ല ഹസ്കി അല്ലല്ലോ, അത് ഏത് പട്ടിയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ ഗെയ്സ്. മറ്റേ ഇതല്ലേ, മറ്റേ ബ്രീഡല്ലേ, മറ്റേ നമ്മുടെ CID മ്യൂസിയത്തിലുള്ള പട്ടി. അതിൻ്റെ പേരെന്തായിരുന്നു ഗെയ്സ്? ഞാൻ പേര് പറഞ്ഞേ, നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഗെയ്സ്. ഇവിടെ റേഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഗെയ്സ് ഇവർ ഇതിൻ്റെ ചേഞ്ച് ചാനൽ എന്നൊക്കെ പറയണ്ട, ഒന്നും കേൾക്കുന്നൊന്നുമില്ല. ഓക്കെ. ഫസ്റ്റ് ഓർഡർ ഒരു ലെറ്റ്യൂസ് ഒരു ചിക്കനേ. ലെറ്റ്യൂസ് ഇട്ടൊരു ചിക്കൻ. ഈ പിന്നെ വേറൊരു ചിക്കൻ. ഇത് ഇതിൻ്റെ അകത്ത് അൺറാപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ ഗെയിമിൽ അൺറാപ്പ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ മാറിപ്പോ. അയ്യോ ഗൈസ്, ഏത് ടേബിള്? ടേബിൾ നമ്പർ 8. ചേട്ടാ ലെറ്റ്യൂസ് ഇട്ട ഷവർമ കഴിച്ചോ? ഹെൽത്തി ബോയ്. അടുത്ത ലെറ്റ്യൂസ്. ഈ സൈഡിൽ നമ്മൾ ഇത് കൊടുത്ത് മറ്റേതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ആൾക്കാരെ മാനേജ്. ഇതിൻ്റെ അകത്തൊരു മറ്റേ ഒറിജിനലിൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് പോലത്തെ സാധനം വയ്ക്കും. നമുക്ക് ആരാണ് ആദ്യം വന്നത് അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ സംഭവമുണ്ട്. അല്ലേ അന്നേരമാണ് നമ്മൾ ഈ ആദ്യം വന്നവർക്ക് ഫുഡ് കൊടുക്കാത്തപ്പോഴാണ് ആൾക്കാർ പിണങ്ങി പോകുന്നത്. ഗെയ്സ് പിണങ്ങിപ്പോയതല്ല, അതൊരു പുള്ളി കഴിച്ചിട്ട് പോയതാണ്. കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം. ആരാണ് ആദ്യം വന്നേ അയാൾക്ക് ഫുഡ് കൊടുക്കണം ആദ്യം. അങ്ങനെ നോക്കിയിട്ടാണ് കൊടുക്കണ്ടേ. മാറിപ്പോയി കഴിഞ്ഞാൽ മറ്റേ ആൾ പോവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുന്നതിന് വരെ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വന്ന ആൾ ഇറങ്ങിപ്പോവും. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരു ചിക്കൻ, ഒരു ലെറ്റ്യൂസ് ഷവർമ. ചിക്കൻ ലെറ്റ്യൂസ് ഇട്ടൊരു ഷവർമ പ്ലീസ്. ഇങ്ങനെ വേണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. കണ്ട നമ്മൾ സ്പീഡായി അല്ല. ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയമുണ്ട്. ഓക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലേ? ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ട്രൈ കൈ വെച്ചുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം പഠിച്ചു. ഒരു ലെറ്റ്യൂസ് ഒരു ചിക്കൻ ഷവർമ. ഹായ് ഗൈസ്, അടുത്ത കസ്റ്റമർ, ഐ മീൻ അടുത്ത ഓർഡർ. ലെറ്റ്സ് ഗോ. ഓ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫുഡ്. നമ്മൾ കടയൊക്കെ ക്ലോസ് ചെയ്തിട്ട് വരെ എന്നാലും ആൾക്കാർ വന്ന് ഫുഡ് മേടിച്ചോണ്ട് അത്ര ആത്മാർത്ഥത കാണിക്കുന്നതാണ് നമ്മുടെ ഫുഡിനോട്. നിങ്ങളും വയസ് നമ്മൾ റിയൽ ലൈഫിൽ ഒരു കടയൊക്കെ തുറന്നു കാണിക്കും. നിങ്ങൾ തന്നെ
ഭയങ്കര ആത്മാർത്ഥത ആൾക്കാർക്ക്. ഓ ഗൈസ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞില്ല. അടുത്ത ഓർഡർ എടുക്കാം. ഓക്കെ, ഒരു ചിക്കൻ ഷവർമയും റാപ്പിഡോ റാപ്പട്ടിച്ച് പത്തിപ്പൊരി വെച്ചോ. പൊതിയ വെക്ക, ഓർഡർ കൊടുക്കുക. ചേച്ചി ഇരിഞ്ഞ് 1 മിനിറ്റ് ആയുള്ളൂ, അതിൻ്റെ മുമ്പ് നമ്മൾ ഓർഡർ കൊടുത്തു. അതാണ് നമ്മുടെ പവർ. ഏത് വൈബ്, പോളി വൈബ്. മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ഇച്ചിരി ഫണ്ണായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ വരും ശോകം, വെറും ശോകം. നമ്മൾ ഫ്രീ ഫയർ കളിക്കുമ്പോൾ കാണുക ഗൈസ്, ആ ഒരു എനർജി അങ്ങ് കയറി തരും. ഇത് ചുമ്മാ നമ്മളൊരു സിമുലേറ്റർ ഗെയിമല്ലേ, അതുകൊണ്ട് വലിയ. ഫ്രീ ഫയർ കളിക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാത്തതിൻ്റെ കാര്യം, ഫ്രീ ഫയർ കളിക്കുമ്പോൾ നമ്മൾ ഫുൾ പവറിലായിരിക്കും. നമ്മളെന്താ പറയണമെന്ന് നമുക്ക് പോലും അറിയില്ല. ഫ്രീ ഫയർ നമ്മളൊരു ദിവസം റെക്കോർഡ് ചെയ്യും ഗൈസ്. നമ്മുടെ സ്ക്വാഡായിട്ട് നമ്മൾ വരും. TNS ഗ്യാങ്, TNS ഗിൽഡിൽ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് മറ്റേ ഫ്രീ ഫയർ ചെന്നിട്ട് പ്രോ ഗെയിമർ ക്രിസ് എന്നടിച്ചാൽ കിട്ടും. ഫ്രീ ഫയറിൽ എൻ്റെ അക്കൗണ്ട് കിട്ടും. ഞാൻ മാക്സിമം എല്ലാവരെയും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഗിൽഡിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കാം. ഗൈസ് നമ്മൾ വാട്സപ്പിൽ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. മറ്റേ നമ്മളെ വേറെ ചാനലുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. ഗൈസ് ഒരു മിനിറ്റ്, ചിക്കൻ 2 ചിക്കൻ്റെ പണിവാളി ഗൈസ്. നമ്മൾ ലേറ്റായി. ചേട്ടൻ ഇഷ്ടപ്പെട്ടു. ഒന്നും റെഡിയല്ല. ഗൈസ് ലവാഷ് തുറന്നു. ഓന്നോ പണിവാളി. തേഞ്ഞ്. ഇതാണ് ഗൈസ് പ്രശ്നം. നമ്മൾ എക്സ്ട്രാ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. നമുക്കിത് മേടിക്കാം. കൺഫേം പർച്ചേസ്. എസ്കേപ്പ് പിടിച്ചോ മോനെ. ഞാൻ ചിക്കൻ കൊണ്ട് കറക്കായിട്ടില്ലല്ലോ. ആ ചേച്ചി മിക്കാറ് എഴുന്നേറ്റ് പോകുന്നു. ഡോണറെ ഇങ്ങോട്ട് വാടാ മോനെ. ഗൈസ് ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ വന്നേക്കുക. അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതാക്കണ്ട. ചുമ്പരിച്ചരി. ഗൈസ് നമ്മൾ കത്തിക്കാൻ മറന്നല്ലേ, നമ്മളെല്ലാം വെള്ളത്തിലാവുന്നു. ലഭാഷേ മോനെ വാടാ. ഇതൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ടൊന്ന് വെച്ച് തരുമായിരുന്നെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. ഗൈസ് അടുത്ത ഓർഡറൊക്കെ വന്നിട്ട് കുറേ നേരമായി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ലവാഷെല്ലാം നിരത്തി പിടിച്ച് വെച്ചോ. ലവാഷൻ്റെ മാമൻ്റെ മോനും എല്ലാവരും പോരട്ടെ. അങ്ങനെ അടിക്ക് പറയ്ക്കാൻ വെച്ചോ. നിറത്തേങ്ങ ഇടാ പോരട്ടെ. അങ്ങനെ ആ ചേച്ചിയുടെ ഓർഡർ നമുക്ക് ആദ്യം കൊടുക്കണം. ഗൈസ് സൗണ്ടൊക്കെ വരുന്നു കേട്ടോ. ബൈ ദ ബൈ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ മറന്നു പോയി. കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മുടെ മൈക്കിൻ്റെ ഓഡിയോ ക്ലിയർ ആവുന്നില്ല. നമ്മുടെ ഈ ചാത്ത മൈക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഓഡിയോ ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ റെക്കോർഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ. മറ്റേ പുള്ളിക്കാരി പോയി. ഗൈസ് കുറേ ഓർഡർ. എൻ്റെ പൊന്നെ അമ്മയെ നമ്മൾ ചത്ത്. ഇനി പട്ടിപ്പണിയായിരിക്കും. പട്ടിപ്പണി. ആദ്യത്തെ ഓർഡർ ചിക്കൻ്റെ ഇതാണ്. അല്ല ആദ്യം ചിക്കൻ റാപ്പിഡോ മോനെ റാപ്പട്ടിച്ച പത്തിപ്പൊരി. ലെറ്റ്സ് ഗോ. വെയിറ്റ്. ടേബിൾ നമ്പർ 1 ടേബിൾ നമ്പർ 1 ഇത് 2 ചേട്ടൻ. ഗൈസ് നമ്മുടെ മെനു ഒക്കെ ഇതല്ലോ, എല്ലാം ഫുള്ളായി. ഗൈസ് പണി പാളും നേര സമയത്ത്. ആരെങ്കിലും വന്നില്ല ഷീടേ. ഗൈസ് മൾട്ടിപ്ലെയർ തന്നെ വേണ്ടി വരും. ജെറോമില്ലാണ്ട് എനിക്ക് ഒന്നും പറ്റില്ല. ഇതൊരുമാതിരി മറ്റേ
മറ്റടുത്ത പരിപാടി പോയി. ഇതിപ്പോൾ ഞാൻ മൊത്തം പട്ടിപ്പണിയാണല്ലോ. ഓ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഇത് നോക്കണമല്ലോ ഗൈസ്. ഏത് ടേബിളാണ് നോക്കണം? ടേബിൾ നമ്പർ 2 വരണം. അടുത്ത അവിടെ ടേബിൾ നമ്പർ 6 വരണം ഗൈസ്. ബൈ ദ ബൈ, നമ്മൾ അക്കോർഡിംഗ്ലി അല്ല നമ്മളെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ എഴുന്നേറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മറ്റേ ചിക്കൻ കത്തിച്ചിട്ടുമില്ല. അയ്യോ, ഞാനിനി എന്ത് ചെയ്യുമല്ലയാ? ദാണ്ട് ഇവിടെ ഒരു ചിക്കൻ ഉണ്ട്. അയ്യോ അണ്ണോയ്, വെയിറ്റ് ചെയ്യ്. അണ്ണൻ്റെ ഇപ്പം തരാം, വെയിറ്റ് ചെയ്യ്. ലെറ്റ്യൂസ് ഇട്ടല്ലേ? ദയവായിരുന്നു ഒരു ലവാഷ്. എവിടെടാ ലെറ്റ്യൂസ് ഉള്ളത്? 9, ടേബിൾ നമ്പർ 9 ആരാ? 9 ചേച്ചിയാണോ? ചേച്ചി കഴിച്ചോ? ബാക്കിയുള്ള ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. അമ്മമാരെ വെയിറ്റ് ചെയ്യ്. ഓ ഗൈസ്, ഇത് പയ്യെ കറങ്ങുന്നുള്ളൂ. എന്ത് ചെയ്യാനാന്ന് നോക്കുക ഗൈസ്, ചിക്കൻ പയ്യെ ഇറങ്ങുന്നുള്ളൂ. ഇതെന്ത് കോഴിയത്? ഒന്ന് പെട്ടെന്ന് അവിടെ കോഴി. ഓ ഗൈസ്, നമ്മൾ ലവാഷ് നടത്തിടാൻ മറന്നു. ലവാഷ്. അയ്യോ ഗൈസ്, ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോന്ന്. എൻ്റെ കസ്റ്റമേഴ്സേ, നിങ്ങൾ പോലെ ഒരു മാനേജ്മെൻറ്റ് തന്നെയാടേ. ഒരു പട്ടിപ്പണി തന്നെ ഇത്. അടുത്ത ഓർഡർ കൊടുത്തിട്ടില്ല, അപ്പം എല്ലാവരും പോവുകയും ചെയ്യും. ഒന്നും വേസ്റ്റ് ആവണ്ടിരുന്നാൽ മതി ഗൈസ്. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം. അമ്മേ മൂഞ്ചി. അണ്ണാ നിങ്ങളും പോലെ. അയ്യോ ഗൈസ്, കട അടച്ചാ? അല്ല, കട അമ്മേ പണിപാളി ഗൈസ്. നമ്മുടെ 3 ഇത് വേസ്റ്റായി. ആ പൂച്ചക്കല്ല ഇട്ട് കൊടുക്കാം. ഇങ്ങേരിട്ടേ അവനെ ഇയാറെ വെച്ച് കൊടുക്കാനോ ഒന്നുണ്ട്. ഉമ്മാരെ ട്രേ ഇല്ലാണ്ട് കഴിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ ഗൈസ്? കൊള്ളാല്ലേ? തിന്നു രാവിലെ തന്നെ വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കുക. നട്ടപ്പായലതിരിക്കും വരാന്മാര് ഫുഡ് കഴിക്കാൻ. കട അടച്ചിട്ടും വരുന്നവന്മാരുണ്ട്. ഇത്ര ആത്മാർത്ഥതേ. നട്ടപ്പാരാതിരിക്കാൻ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് വന്നേക്കുക ഗൈസ്, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. കള്ളപ്പന്നി ഗൈസ്. ഇത് മൾട്ടിപ്ലെയർ ചെയ്യാണ്ട് പറ്റില്ല. ഇതൊരു നടക്കി പോവില്ല. ഈ പൈസ മാർക്ക് ഡയറക്റ്റ് പേ ചെയ്തിട്ട് പോയാൽ പോരെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോശം തന്നെ. ഗൈസ്, ഇനി ഇത് 3 എന്ത് ചെയ്യും? ആ പൂച്ച അവിടെ. ഗൈസ്, ഞാൻ എവിടെ ഒരു പൂച്ച കണ്ട്. ഇതാണ് ആ പൂച്ച. മോനെ, യു നീഡ് ഡേ. ഞാൻ ഇനി ഇത് എന്ത് ചെയ്യും? ഗൈസ്, ഇവിടെ പൂച്ചയുടെ ബെഡില്ല കേട്ടാ. അപ്പം ഈ പ്രൊലൂഗിൻ്റെ അകത്ത് പൂച്ചയും പട്ടിയൊന്നും ഇല്ല. അപ്പം ഞാനിത് എല്ലായിടത്തും മടക്കി ചുരുക്കി വെക്കാമെന്നായിരിക്കും നല്ലത്. നാളെ കിട്ടിയാൽ കിട്ടിയില്ലെങ്കില്ല ഗൈസ്, നമുക്ക് റാപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്കാം ഗൈസ്. നമുക്ക് തിന്നാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് അതും പറ്റൂല. ഇതൊരു പ്രശ്നം തന്നെയാണ് ഗൈസ്. ഏറ്റവും വലിയ വിറ്റ് എന്നാണെന്നറിയോ? ഇത് ഇത്രയും ദിവസമായിട്ട് തീർന്നിട്ടില്ലെന്ന്. ഇതൊരിക്കൽ ലെറ്റ്യൂസ് അരിഞ്ഞ് വെച്ചിട്ട് 10 ദിവസം 2 ദിവസമായി. എന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് ഓർഡർ കൊടുക്കാത്തതുകൊണ്ടാണ് അത് തീരാത്തതെന്ന് തന്നെ എൻ്റെ ഒരു ബലമായ സംശയം. അല്ല, അങ്ങനെ തന്നെയാണ്. വേറെ കാര്യം. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. നമ്മളെല്ലാം നിങ്ങളുടെ കമൻ്റ് ഇട്ടാലേ നമ്മൾ അറിയുള്ളൂ.
എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കാണുന്നില്ല എന്ന് എനിക്കറിയാം, അത് വേറെ കാര്യം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യേ, എല്ലാവരും കാണട്ടെ, അവർക്കും വേണ്ടേ ഒരു എൻജോയ്മെൻറ്റ്. സ്റ്റിൽ ഇതൊന്നും ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഡേയ് നീ എന്താ ഇങ്ങനെ? ഇത് രണ്ടും ഒരുമിച്ച് വയ്ക്കാൻ പറ്റുമോ? ഓഹോ, അപ്പോൾ ഒരാൾക്ക് 3 4 വെച്ച് കൊടുക്കാം അല്ലേ? കള്ള പന്നി, യു ബ്ലഡി ഫുൾ. ഇതെന്താ കേസ് ഇവിടെ ഒന്നും വെക്കാൻ പറ്റുന്നില്ലല്ലോ? ഇവിടെ വയ്ക്കാൻ പറ്റും. ഇതിങ്ങനെ നിന്നാൽ മതിയായിരുന്നു. നാളെ രാവിലെ അല്ലേ ഉറുമ്പ് കടിച്ചുകൊണ്ടായ ഉറുമ്പിനെ ഞാൻ വിഷമിട്ട് കൊല്ലും. ബൈ ദ ബൈ, നമ്മൾ ഒരു മൃഗത്തെയും നമ്മൾ കൊല്ലാൻ പാടില്ല അല്ലേ? ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ, ഞാൻ ചെയ്യില്ല. നമ്മൾ ദേഷ്യം കയറുമ്പോൾ ചിലതൊക്കെ വിളിച്ചു പറയും. ഐ മീൻ കഴിഞ്ഞ ദിവസം അല്ല നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ കട മുടിപ്പിച്ചത് ഒരു ഉറുമ്പ്. ആ ഉറുമ്പിനോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ദാറ്റ് കള്ള ഉറുമ്പ്, ദാറ്റ് ഫുൾ ഈറ്റ് മൈ ഓൾ തിങ്സ്. എൻ്റെ ലെറ്റ്യൂസും എൻ്റെ ക്യാബേജും എല്ലാം അവൻ അരിഞ്ഞു വെച്ച എല്ലാം തിന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല. അതായിരുന്നു കഴിഞ്ഞ കട പൂട്ടിപ്പോയുള്ള കാര്യം. അല്ലേ നമ്മളിപ്പോഴും അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ആയിരുന്നു. പണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കട ഉണ്ടായിരുന്നു. അയ്യോ ഗൈസ്, അമ്മേ അത് കത്തിക്കല്ലേ. ഇതൊന്നും എടുക്കാൻ പറ്റില്ലാത്ത. എടുത്തു, രക്ഷപ്പെട്ടു. കത്തിച്ചത് വേസ്റ്റായി പോകും. കത്തിക്കാണ്ട് ഇനി അത് കൊണ്ടുവയ്ക്കണം. നാളെ കുറച്ച് അധികം സാധനം ഓർഡർ ചെയ്യണം. നാളെ എല്ലാം ഓർഡർ ചെയ്യേണ്ടി വരും മിക്കവാറും. ഗൈസ് നാളത്തെയും കൂടെ ഡേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ നിർത്താട്ടാ. ഒത്തിരി ലാഗടിപ്പിച്ചാൽ നിങ്ങൾക്കും പോറാം എനിക്കും പോറാം. ലവാഷ് എടുത്ത് വെച്ചില്ല, സോറി ഗൈസ്. നാളെ ലവാഷ് ഓർഡർ ചെയ്യണം, ചിക്കൻ ഡോണർ ഓർഡർ ചെയ്യണം, എന്തൊക്കെ ഓർഡർ ചെയ്താലേ. നാളെ ലെറ്റ്യൂസ് ഓർഡർ ചെയ്യണം. എല്ലാം അരിഞ്ഞ് രാവിലെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാം ഗൈസ്. നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. നാളെ ഞാൻ ഒത്തിരി സാധനങ്ങൾ അരിഞ്ഞങ്ങ് തട്ടും രാവിലെ തന്നെ. ഞാൻ എല്ലാം എടുത്തു വെച്ചില്ലെന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഇനി രാവിലെ ആകുമ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഒന്നും സാധനം കിട്ടില്ല. യെസ് എല്ലാം വൃത്തിയാക്കി, എല്ലാം വൃത്തിയാക്കി. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മുടെ റാപ്പ് ഹൗസ് സിമുലേറ്ററിൻ്റെ ഗെയിം. ഇനി ഇതിന് 2 പാർട്ടോടെ ഉണ്ടാവും, 2 അല്ലെങ്കിൽ 3 പാർട്ടോടെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇൻ ബിറ്റ്വീനായിട്ട് ഇടാം. ഇടയ്ക്ക് ഒരു 2-3 വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഗെയിമിൻ്റെ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മുടെ വാട്ടർ പാർക്ക് സിമുലേറ്ററിൻ്റെ പിന്നെ പുതിയൊരു ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കളിക്കണം. അപ്പോൾ അതിൻ്റെ അവിടെ റെക്കോർഡ് ചെയ്യാനുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഇനി റാപ്പ് ഹൗസ് സിമുലേറ്ററിൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക. ഇനി 2-3 പാർട്ട് ഇവിടെ ഉണ്ടാവും. അല്ല, മാക്സിമം പോയ 2 പാർട്ട് ഉണ്ടാവും ഈ റെക്കോർഡ് ചെയ്തതിൻ്റെ. ബാക്കിയുള്ള നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 1-1.5 മണിക്കൂറിന് റെക്കോർഡ് ചെയ്തിരുന്നു. ഞാൻ അത് അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ പീസ് ഔട്ട്.